റമദാൻ കാരുണ്യത്തിന്റെ 10 കടന്ന് പാപമോചനത്തിന്റെ 10ലേക്ക് അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ തെറ്റുകളെല്ലാം പുറത്തു നൽകാനുള്ള പ്രാർത്ഥനയോടെ ഹൃദയം ശുദ്ധീകരിക്കാനുള്ള അവസരമായാണ് വിശ്വാസികൾ രണ്ടാമത്തെ 10 ദിവസങ്ങളിലെ വ്രതാനുഷ്ഠാനത്തെ കാണുന്നത്. വ്രതാനുഷ്ഠാനം രണ്ടാമത്തെ 10ലേക്ക് കടന്നതോടെ ഇസ്ലാം മതവിശ്വാസികൾ കൂടുതൽ ഇബാദത്തുകളിൽ മുഴുകി. റമദാനിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ കാരുണ്യത്തിന്റെയും രണ്ടാമത്തെ 10 ദിവസങ്ങൾ പാപമോചനത്തിന്റെയും അവസാനത്തെ 10 ദിവസങ്ങൾ നരകമോചനത്തിന്റെയുമാണെന്നാണ് വിശ്വാസം. രണ്ടാമത്തെ 10ൽ ഇസ്ലാമിക ചരിത്രത്തിലെ ബദർ യുദ്ധം, മക്ക വിജയം എന്നിവയുടെ ഓർമ്മ ദിനങ്ങൾ കൂടിയാണ്. ചരിത്രത്തിന്റെ വഴിത്തിരിവ് കൂടിയായ ബദർ യുദ്ധം നടന്നത് റമദാൻ 17നാണ്. അംഗബലത്തിൽ കുറഞ്ഞ സമൂഹം ദൈവവിശ്വാസത്തിന്റെ കരുത്തിൽ വിജയം നേടിയ ബദറിന്റെ സ്മരണ പുതുക്കി വിശ്വാസികൾ ബദർ ദിനം ആചരിക്കുന്നു. അന്ന് പള്ളികളിലും വീടുകളിലും പ്രത്യേക പ്രാർത്ഥനകളും നോമ്പുതുറയും അന്നദാനവും സംഘടിപ്പിക്കാറുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബി മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്ത ശേഷം തിരിച്ച് മക്കയിലേക്ക് വന്ന ദിനമാണ് മക്ക ഫത്ത് അഥവാ മക്ക വിജയം എന്ന് പറയുന്നത്. ഇത് റംസാൻ 20നാണ്. ഖുർആൻ പാരായണം ചെയ്തും ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിച്ചും പ്രാർത്ഥനകൾ വർദ്ധിപ്പിച്ചും പാപമോചനത്തിന്റെ 10 ദിവസങ്ങൾ വിശ്വാസികൾ പള്ളികളിലും വീടുകളിലും സജീവമാകും.